ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയിലെ മൂന്നാമത്തെ തിയറിയാണ് ട്രഡീഷണൽ തിയറി. ദിസ് തിയറി ഈസ് സജസ്റ്റഡ് ബൈ സോളമൻ ഇസ്രോ. It is a midway between NI and NOI theory. It is also known as intermediate theory. So, according to this theory, a firm can reduce the overall cost of capital and increase the value of the firm by increasing the proportion of debt in capital structure to a certain limit. സോ ഈ തിയറിയിൽ പറയണത്, ട്രഡീഷണൽ തിയറിയിൽ പറയണത്, ഒരു ഫേമിന് ആ ഫേമിൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വാല്യൂ ഓഫ് ദ ഫേം കൂട്ടാൻ പറ്റും. എങ്ങനെ കൂട്ടാൻ പറ്റും? ബൈ ഇൻക്രീസിങ് ദ പ്രപ്പോർഷൻ ഓഫ് ഡെറ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ടു എ സർട്ടൻ ലിമിറ്റ്. സോ ഇത് നമുക്ക് ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നോക്കാം. ഇതിൽ ഈ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആഡ് ചെയ്യും തോറും എന്താ സംഭവിക്കണേ? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ റെഡ്യൂസ്. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ റെഡ്യൂസ്. ശരിയല്ലേ? ഇതുവരെ ഈ ബി പറഞ്ഞ വരെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ആവുന്നുണ്ട്. അതാണ് ടു എ സർട്ടൈൻ ലിമിറ്റ്. സോ ഒരു പരിധി വരെ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ആഡ് ചെയ്യും തോറും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നുണ്ട്. ഈ പരിധി വിട്ടിട്ട് വീണ്ടും ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ഇൻക്രീസ് ആൻഡ് ദ വാല്യൂ ഓഫ് ദ ഫേം വിൽ ഡിക്രീസ്. അപ്പോൾ ഈ ട്രഡീഷണൽ തിയറിയിൽ 3 സ്റ്റേജസ് ആണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആഡ് ചെയ്യാണ്. സോ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ആഡ് ചെയ്യും തോറും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ഡിക്രീസ്. സെക്കൻഡ് സ്റ്റേജിൽ ഇത് കോൺസ്റ്റൻ്റ് ആവാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ റേഞ്ച് ഓഫ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. എ തൊട്ട് ബി വരെയുള്ള ഏതൊരു ഡെറ്റ് ആൻഡ് ഇക്വിറ്റി കോമ്പിനേഷൻ എടുത്താലും മിനിമം കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് ആ ഓർഗനൈസേഷനിൽ വരുള്ളൂ. അതേപോലെ തന്നെ വാല്യൂ ഓഫ് ദ ഫേം മാക്സിമം ആയിരിക്കും എ ടു ബി റേഞ്ചിൽ. ഇതിനാണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ റേഞ്ച്. ഇതേപോലെ തന്നെ റേഞ്ചില്ലാണ്ട് ഒരൊറ്റ പോയിന്റിൽ പറയുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏറ്റവും മിനിമം ആയിട്ട് വരുന്നത്. ഈ പോയിന്റിൻ്റെ ഇങ്ങോട്ടും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലാണ്. ഈ പോയിന്റിലാണ് ഏറ്റവും മിനിമം വരുന്നത്. സോ ഈ ഒരു പോയിന്റിനെയാണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതൊരു പർട്ടിക്കുലർ പോയിൻ്റാണ്, ചിലപ്പോൾ ഇതൊരു റേഞ്ച് ആവും. സോ ഇത് രണ്ടും ട്രഡീഷണൽ തിയറിയുടെ ഗ്രാഫുകളാണ്. ഓക്കെ, ഇത് ഒരു പർട്ടിക്കുലർ റേഞ്ചാണ് പറയുന്നത്. ഇത് ഒരു പർട്ടിക്കുലർ പോയിൻ്റാണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, സോ ഒരു സർട്ടൈൻ പോയിന്റ് വരെ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ആഡ് ചെയ്യും തോറും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ റെഡ്യൂസ് ആൻഡ് ദ വാല്യൂ ഓഫ് ദ ഫേം വിൽ ഇൻക്രീസ് അപ് ടു എ സർട്ടൈൻ ലിമിറ്റ്. ബിയോണ്ട് ദിസ് ലിമിറ്റ്, ഈ ലിമിറ്റിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ബിയോണ്ട് ദിസ് ലിമിറ്റ് അഡീഷണൽ ഡെറ്റ് മേ റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ദ ഫേം. സോ ഇവിടെ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ദ ഫേം ആൻഡ് ഇൻക്രീസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബിയോണ്ട് ദിസ് ലിമിറ്റ്. സോ ഈ ലിമിറ്റ് വിട്ടിട്ട് വീണ്ടും ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ഇൻക്രീസ്. ഓക്കെ ആണോ? ഇതാണ് ട്രഡീഷണൽ തിയറിയിൽ പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. കമ്പ്യൂട്ട് ദ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം, value of equity and the overall cost of capital from the following information. Net operating income 2 lakh, total investment 10 lakh, equity capitalization rate if the firm uses no debt 10%. അപ്പോൾ കെ ആണ് ഇവിടെ പറയുന്നത്. if the firm uses no debt then KE equal to 10%. if the firm uses 4 lakh debentures, then KE equal to 11%. If the firm uses 6 lakh debentures, then KE equal to 13%.
ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് പല സിറ്റുവേഷനിലാണ്. ഡെറ്റ് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ KE 10% ആണ്. 4 lakh ഡിബഞ്ചർ ആണ് യൂസ് ചെയ്യണമെങ്കിൽ 11%. സോ KE ഇവിടെ ഇൻക്രീസ് ചെയ്തു. കാരണം റിസ്ക് കൂടുന്നതിനനുസരിച്ച് KE ഇൻക്രീസ് ആവുന്നുണ്ട്. റിസ്ക് ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആഡ് ചെയ്യും തോറും ഇവിടെ KE ഇൻക്രീസ് ആവുന്നുണ്ട്. ഓക്കെ, ഇഫ് ദ ഫേം യൂസസ് 6 lakh debentures, 13% is the KE. Next, assume that 4 lakh debentures can be raised at 5% rate. So 4 lakh debentures ആണ് റേസ് ചെയ്യണമെങ്കിൽ KD equal to 5% ആണ് rate of interest, and rupees 6 lakh debentures can be raised at 6% rate of interest. So 6 lakh ആണ് റേസ് ചെയ്യണമെങ്കിൽ ഇവിടെ 5%-ന് പകരം KD equal to 6% ആണ് വരിക. അപ്പോൾ ഇവിടെ 3 സിറ്റുവേഷൻ പറയുന്നുണ്ട്. ഫസ്റ്റ് സിറ്റുവേഷൻ, നോ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ്. സെക്കൻഡ് സിറ്റുവേഷനിൽ rupees 4 lakh debentures debt is used. തേർഡ് സിറ്റുവേഷനിൽ 6 lakh debenture ഈസ് യൂസ്ഡ്. അങ്ങനെ 3 സിറ്റുവേഷനാണ് ഇവിടെ വരുന്നത്. ഈ 3 സിറ്റുവേഷനിലും നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണം, വാല്യൂ ഓഫ് ഇക്വിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണം, അതേപോലെ തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ 3 സിറ്റുവേഷനാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. നോ ഡെറ്റ്, rupees 4 lakh ഡെറ്റ്, സോ 5% ആണ് അവിടെ കൂപ്പൺ റേറ്റ് വരുന്നത് ഓർ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ദെൻ 6 lakh ഡെറ്റ്, അവിടെ 6% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ EBIT തന്നിട്ടുണ്ട്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഇതാണ് EBIT 2 lakh ആണ് വരുന്നത്. സോ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഫോമാണ്. നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ EBIT 2 lakh ആണ് 3 കേസസിലും വരുന്നത്. ലെസ് ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ്. ഫസ്റ്റ് കേസിൽ ദർ ഈസ് നോ ഡെറ്റ്, സോ ദർ ഈസ് നോ ഇൻട്രസ്റ്റ്. സെക്കൻഡ് കേസിൽ 4 lakh ആണ് വരുന്നത്. 4 lakh ഡെറ്റിന് 5%, that is equal to 20,000. Then 6 lakh ഡെറ്റിന് 6% is equal to 36,000. Then EBIT-ന്ന് ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടുന്നത്. അതായത് നമ്മൾ പറഞ്ഞ NI, നെറ്റ് ഇൻകം കിട്ടുന്നത് NI. സോ NI 3 സിറ്റുവേഷനിലും നമുക്ക് 2 lakh, 1,80,000, 1,64,000 ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ അതാണ് നമ്മുടെ KE ആയിട്ട് വരുന്നത്. KE 10, 11 and 13% ആണ് വരുന്നത്. ഇനി ആണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി. ഫൈൻഡ് ഔട്ട് ചെയ്യാണ് നിങ്ങൾ ചെയ്യണത്. അതായത് NI ഡിവൈഡഡ് ബൈ KE. നമ്മൾ NI തിയറിയിൽ അപ്ലൈ ചെയ്ത പോലെ തന്നെ നെറ്റ് ഇൻകം അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. സോ ഇത് രണ്ടും ഇവിടെ ക്വസ്റ്റ്യനിലുണ്ട്, നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് വെച്ചിട്ട് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓരോ സിറ്റുവേഷനിലെയും ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഈയുടെ കൂടെ D ആഡ് ചെയ്യുമ്പോഴാണ് വാല്യൂ ഓഫ് ദ ഫേം കിട്ടുന്നത്. ദെൻ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ KO കിട്ടുന്നത് EBIT ഡിവൈഡഡ് ബൈ V ആണ്. അപ്പോൾ 3 സിറ്റുവേഷനിൽ നമുക്ക് കിട്ടി. സോ നമുക്ക് 3 സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ട്രഡീഷണൽ തിയറിയിൽ പറയണത് ഇവിടെ ഡെറ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സോ ഡെറ്റ് യൂസ് ചെയ്യാത്തപ്പോൾ നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി സെക്കൻഡ് കേസിൽ ഡെറ്റ് ആഡ് ചെയ്തു. 4 lakh ഡെറ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 9.8% ആയി. സോ ഇവിടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നുണ്ട്. സോ ആദ്യം നോ ഡെറ്റ് ആയിരുന്നു. 4 lakh ഡെറ്റ് ആയപ്പോൾ നമ്മുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ലിമിറ്റ്. ലിമിറ്റ് വിട്ടിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ഇൻക്രീസ്. സോ കുറയുന്നുണ്ട്. പിന്നെ അവിടുന്ന് വീണ്ടും ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ഇൻക്രീസ്. സോ ഇതാണ് ട്രഡീഷണൽ തിയറിയിൽ പറയുന്നത്. ഓക്കെ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട. ഓക്കെ.